ഹായ് എവരിവൺ. കോളത്തിന്റെ ഡിസൈനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഷോർട്ട് കോളം എന്താണ്, ലോങ് കോളം എന്താണ്, അതിന്റെ ബിഹേവിയർ, അതുപോലെ തന്നെ അതുമായിട്ട് ഡിസൈന് വേണ്ട ചില കാര്യങ്ങൾ, IS കോഡ് സ്പെസിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആസ് പെർ യുവർ സിലബസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിസൈൻ ഓഫ് ഷോർട്ട് കോളം വിത്ത് ഡയറക്റ്റ് ലോഡ്, design of short column with uniaxial bending, direct load and uniaxial bending using SP16 ആണ്. SP16 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു, ഡിസൈൻ എയ്ഡ് ആണ്. IS 456 എയ്ഡ് ചെയ്യുന്ന നിങ്ങളുടെ കോഡ് പോലെ തന്നെ അതിനെ എയ്ഡ് ചെയ്യുന്ന കോഡ് അല്ല, ആക്ച്വലി അതിനെ എയ്ഡ് ചെയ്യുന്ന കുറെ ഗ്രാഫുകളും ഉള്ള ചാർട്ടാണ് ആക്ച്വലി SP16 എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ അത് ഉപയോഗിച്ചിട്ടുള്ളതാണ് യൂണിയാക്സിയൽ ബെൻഡിങ്. ഡയറക്റ്റ് ലോഡ് ആസ് പെർ IS 456 മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് കോളം വിത്ത് ഡയറക്റ്റ് ലോഡ് തന്നെയാണ്. അതിൽ തന്നെ രണ്ട് കേസ് വരുന്നുണ്ട്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നതും സാധാ റെക്ടാങ്കുലർ ഓർ സർക്കുലർ ടൈ വരുന്നതും. ഇന്ന് സർക്കുലർ ടൈ, റെക്ടാങ്കുലർ ടൈ വരുന്ന കേസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ഡിസൈനിലോട്ട് കടക്കാം. നോർമലി വരുന്ന ട്രാൻസ്ഫർ റീഇൻഫോഴ്സ്മെന്റുകൾ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ടൈസ്, സർക്കുലർ ടൈസ്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റിനെ പിടിച്ചു നിർത്താൻ റെക്ടാങ്കുലർ ആയിട്ടുള്ള ടൈസ്, മേ ബി സ്ക്വയറും ആവാം, എനിവേ പോളിഗണൽ ഷേപ്പ്. ഇനി സർക്കുലർ കോളത്തിന്റെ കേസിൽ അത് സർക്കുലർ ടൈസ് ആയിരിക്കും. ഈ രണ്ട് കേസും ജനറലി ആക്റ്റീവ് വൈസ് വലിയ വ്യത്യാസങ്ങളില്ല. ഡിസൈൻ വൈസ് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നും ഇത് രണ്ടും തമ്മിൽ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കേസിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിനെന്ത് ചെയ്യാണ്, വ്രാപ്പ് ചെയ്ത് ഒരു ഹെലിക്സ് പോലെയാണ് ഇതിനെ പോകുന്നത് അല്ലെ. സർക്കുലർ ടൈസും ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെയും സെക്ഷൻ വരച്ചു കഴിഞ്ഞാൽ ഒരുപോലെ ആയിരിക്കും, ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ വ്രാപ്പ് ചെയ്ത് ഒരു ഹെലിക്സ് പോലെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് നോർമൽ കേസുകളിൽ ഹെലിക്കൽ ആയാലും സർക്കുലർ റിംഗ് ആയാലും അത് സർക്കുലർ കോളത്തിന് മാത്രമേ കാണപ്പെടുള്ളൂ, അതൊന്ന്. പിന്നെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റും ജനറലി കാണപ്പെടുന്നത് പൈലിന്റെ കേസിലൊക്കെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് കാണപ്പെടാറ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റിന്റെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഫങ്ഷൻസ്? ലാറ്ററൽ എന്നും പറയാം, ട്രാൻസ്വേഴ്സ് എന്നും പറയാം. ടു പ്രിവെന്റ് ലോഞ്ചിറ്റ്യൂഡൽ ബക്ലിംഗ് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ്. ലോഞ്ചിറ്റ്യൂഡൽ ബക്ലിംഗ് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെ. ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്. ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ബക്ലിംഗ്, ഈ രീതിയിലുള്ള ബക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടു ഹോൾഡ് ദ ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് ഇൻ പൊസിഷൻ ഡ്യൂറിംഗ് കോൺക്രീറ്റിംഗ്. അത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കോൺക്രീറ്റിംഗിന്റെ സമയത്ത് ഇതിനെ ഹോൾഡ് ചെയ്യാം അല്ലെ. ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റിനെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യണം. നിങ്ങൾക്കറിയാം ടൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് കെട്ടിവെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഫോം വർക്ക് ഉണ്ടെങ്കിൽ കൂടി ടൈ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം അല്ലെ. നമ്മൾ ഫോം വർക്കിന്റെ ഉള്ളിൽ ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്ത് അതിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്താൽ എന്താണ്ടാവും, ബാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, കറക്റ്റ് പൊസിഷനിൽ നിൽക്കില്ല, കവറിങ് റെഡി ആവില്ല, അങ്ങനെ പ്രശ്നങ്ങൾ വരും. ഈ ലോഞ്ചിറ്റ്യൂഡൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, അത് അഡീക്വേറ്റ് സ്പേസിംഗിലല്ല, വലിയ ഹെവി സ്പേസിംഗിലാണ് കൊടുത്തതെങ്കിലും ഈ പ്രശ്നം സംഭവിക്കും. ഓക്കെ, പ്രാക്ടിക്കൽ കേസിൽ ഈ ഒരു പ്രശ്നം വല്ലാതെ വരുന്നത്, അതായത് ഹോൾഡ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് പൊസിഷൻ എന്നുള്ള കേസ് വരുന്നത് ചില കേസുകളിൽ ഇപ്പം നോർമലി ഇതൊരു സ്ലാബാണ്. സ്ലാബിന്റെ താഴത്തോട്ടുള്ള കോളം നമ്മൾ കാസ്റ്റ് ചെയ്തു, സ്ലാബ് കാസ്റ്റ് ചെയ്തു. സ്ലാബിൽ കോളത്തിൽ നിന്ന് റീഇൻഫോഴ്സ്മെന്റ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, മുകളിലോട്ട് ഇട്ട് വെക്കും അല്ലെ, അടുത്ത ഫ്ലോറിലോട്ട് കോളം കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ
കോളം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, സ്ലാബിന്റെ ഷട്ടർ ചെയ്തു, സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റുകൾ പ്ലേസ് ചെയ്തു. ഈ സമയത്ത് നമ്മൾ മുകളിലോട്ട് കുറച്ച് ബാറുകൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, കുറച്ച് ബാറുകൾ, അതായത് ഇതിലുള്ള എല്ലാ ബാറുകളും മുകളിലോട്ട് വെക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, ഇവിടെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. ലിങ്ക്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് പിന്നീട് ഈ കോളം കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നാണ് അത് ടൈ ചെയ്ത് വെക്കുക. അപ്പോൾ ജനറലി വരുന്നൊരു പ്രശ്നം, ഇവിടെ ഈ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയമാണെന്ന് വിചാരിക്കുക. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ഇവിടെ ഈ ഒരു പൊസിഷനിൽ കുറച്ചൊരു ഹൈറ്റിൽ റിങ്സ് ഇട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ട് ഇതിന്റെ കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റ്സ് മൂവ് ചെയ്യും, മാസൺസ് മാൻ പവർ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റിങ്ങുകൾ ഇവിടെ ഇട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ കോളത്തിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റുകൾ എന്ത് ചെയ്യാം, പൊസിഷൻ മാറിയിട്ട് പിന്നീട് നമുക്ക് ഈ സ്ലാബ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സ്ലാബ് സെറ്റ് ആയാൽ ഇതിങ്ങനെ ബെൻഡായി നിൽക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ നോർമലി സൈറ്റിൽ എന്താ ചെയ്യാറെന്ന് ചോദിച്ചാൽ, സ്ലാബ് താഴത്തെ കോളം കാസ്റ്റ് ചെയ്ത് കോളത്തിൽ നിന്നുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ കുറച്ചുണ്ട് മുകളിലോട്ട്. ഈ റീഇൻഫോഴ്സ്മെന്റുകൾ എന്ത് ചെയ്യും, ഇട്ട് വെച്ചതിന് ശേഷം ഈ സ്ലാബ് വരുന്ന പോർഷനിൽ കുറച്ച് റിങ്, അതുപോലെ തന്നെ അതിന്റെ മുകളിലോട്ടും കുറച്ച് റിങ്, ചിലപ്പോൾ അത് ഒരു സ്ഥലത്ത് തന്നെ രണ്ടെണ്ണമൊക്കെ പ്രൊവൈഡ് ചെയ്യും. വലിയ കോളൊക്കെ ആണെങ്കിൽ സ്പേസിംഗ് ഒന്നും നോക്കാറില്ല, രണ്ടെണ്ണമൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റിനെ കറക്റ്റ് പൊസിഷനിൽ നിർത്താനാണ്. പിന്നീട് നമുക്ക് മേലോട്ട് പിന്നെ ഈ കോളം കാസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് പിന്നീട് ഈ കോളത്തിന്റെ റീഇൻഫോഴ്സ്മെന്റ് കെട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ ടൈകളൊക്കെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും സെപ്പറേറ്റ് വേറെ റിങ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യാറ്. ഈ ഒരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടി മാത്രം ഇവിടെ കുറച്ച് എക്സ്ട്രാ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യാം. ചില ഡ്രോയിങ്ങുകളിൽ അത് സ്പെസിഫൈ ചെയ്യാറുണ്ട്, സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര റിങ്ങുകൾ ഇത്ര സ്പേസിങ്ങിൽ ഇടണം, എന്നിട്ട് സ്ലാബ് കോൺക്രീറ്റ് സെറ്റ് ആയതിനു ശേഷം അത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാമെന്ന് ചില ഡിസൈൻ ഡ്രോയിങ്ങുകളിൽ പറയാറുണ്ട്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റിനെ പൊസിഷനിൽ കീപ്പ് ചെയ്യാനാണ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റുകൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന ടേം, ടു റെസിസ്റ്റ് ഡയഗണൽ ടെൻഷൻ കോസ്ഡ് ഡ്യൂ ടു ട്രാൻസ്വേഴ്സ് ഷിയർ ഡ്യൂ ടു മൊമെന്റ് ഓർ ട്രാൻസ്വേഴ്സ് ലോഡ്. അപ്പൊ എന്താണ് ഡയഗണൽ ടെൻഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ഒരു റെക്ടാങ്കുലർ ടൈ നമുക്കറിയാം, ഇതൊരു ക്രോസ് സെക്ഷൻ ആണ്. ഇതിന്റെ സെന്ററിലാണ് നോർമലി ലോഡ് ആക്ട് ചെയ്യുക. അപ്പോൾ കംപ്രഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു, എങ്ങനെയെങ്കിലും വിൻഡോ അല്ലെങ്കിൽ വല്ല മൊമെന്റോ കാരണം ട്രാൻസ്വേഴ്സ് ആയിട്ട് വല്ല ലോഡും വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്ത് ചെയ്യാം, ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം. ഇനി എന്താണ് ഡയഗണൽ ടെൻഷൻ എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ഷേപ്പ് അല്ലെ, റെക്ടാങ്കുലർ ഷേപ്പ്, ഇതിന് റിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് ഡിസ്ട്രോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഡിസ്ട്രോട്ട് ആവാൻ ഉദ്ദേശിച്ചത്, ഇപ്പം ഈ രണ്ട് കോർണറും അല്ലെ, ഇതിനെ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ എന്താ സംഭവിക്കുക, ഈ വലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കോർണർ എന്ത് ചെയ്യും, ഇങ്ങോട്ട് അടുക്കും അല്ലെ, ഇങ്ങോട്ട് ഉള്ളോട്ട് വരും അല്ലെ. അങ്ങനെ ഇതിനൊരു ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് വരും, ഈ ഒരു രീതിയിലുള്ള ഒരു ഷേപ്പ് വരും അല്ലെ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു ഡയഗണലിന് ടെൻഷൻ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. ഈ ഡയഗണൽ വലിയാണ്, ഈ ഓപ്പോസിറ്റ് ഡയഗണലിൽ കംപ്രഷൻ ഉണ്ടാവും. ഈ ഒരു കേസ് ആണ് ആക്ച്വലി ഡയഗണൽ ടെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ട്രാൻസ്വേഴ്സ് ലോഡ് വരുന്നത് കാരണമാണ് ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഡയഗണൽ ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകും. മേജർ ആയിട്ട് സ്ട്രക്ചറിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് ഡയഗണൽ ടെൻഷൻ ഒരു കോസാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റുകൾ, അതും കൂടെ ഒരു കാരണമാണ്, അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഇങ്ങനെ ഒരു ടൈ കൊടുക്കുന്നതോട് കൂടി അങ്ങനെ ഷേപ്പ് ഡിസ്ട്രോട്ട് ആവാനുള്ള ചാൻസ് കുറയാണ്. ഇനി ടു കൺഫൈൻ ദ കോൺക്രീറ്റ് ദെർബൈ പ്രിവെന്റിംഗ് ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡൽ സ്പ്ലിറ്റിംഗ്, കോൺക്രീറ്റിനെ കൺഫൈൻ ചെയ്യുന്നു, ലോഞ്ചിറ്റ്യൂഡലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നില്ല. കാരണം ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ് മാത്രമാണ്
ടൈ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മേലെന്ന് കോൺക്രീറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് മാറിയിട്ട് സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ട്, അതായത് ഒരു കോളം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ ഇങ്ങോട്ടും ഈ ഒരു പോർഷൻ ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ, ഫോം വർക്ക് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെന്ത് ചെയ്യും, ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി ആ ഒരു പ്രശ്നം ഒഴിവാകും. പിന്നെ ഇവിടെ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഏത് റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഡക്റ്റിലിറ്റി കിട്ടും. അത് ലാറ്ററൽ റീൻഫോഴ്സ്മെന്റിന്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. ടു ഇമ്പാർട്ട് ഡക്റ്റിലിറ്റി ടു ദ കോളം ടു പ്രിവെന്റ് സഡൻ ബ്രിട്ടിൽ ഫെയിലിയർ ഓഫ് ദ കോളം. ഡക്റ്റിലിറ്റി ഉണ്ടായാൽ തന്നെ സഡൻ ബ്രിട്ടിൽ ഫെയിലിയർ ഉണ്ടാവും. ഇത് ശരിക്കും നമുക്ക് ചില പോയിന്റുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റിന്റെ എണ്ണം തയ്ക്കാൻ വേണ്ടി എഴുതുന്ന ചില ടോപ്പിക്കുകളാണ് ഈ അവസാനം പറഞ്ഞതൊക്കെ. ഇതിൽ അതും നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചാൽ എഴുതണം. മെയിൻ ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ ഓഫ് ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന 3 പോയിന്റുകൾ മസ്റ്റ് ആണ്. അതുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എക്സാമിനർ നോക്കുക. ലോഞ്ചിറ്റ്യൂഡൽ ബക്ലിംഗ് പ്രിവെന്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ റീൻഫോഴ്സ്മെന്റിന്റെ ലോഞ്ചിറ്റ്യൂഡൽ റീൻഫോഴ്സ്മെന്റിന്റെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ, പിന്നെ ഡയഗണൽ ടെൻഷൻ. ഡയഗണൽ ടെൻഷൻ മസ്റ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഡിസൈനിലോട്ട് കടക്കുന്നതിന് മുന്നേ ലാറ്ററൽ ടൈസിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇത് ആസ് പെർ IS 456/2000 ക്ലോസ് 26.5.3.2 പേജ് 49 ഡയമീറ്ററിനെയും ലാറ്ററൽ ടൈസിനെയും കുറിച്ച് പറയുന്നുണ്ട്. അത് എത്രയൊക്കെ ആവണം എന്നുള്ളത് അത് നമുക്ക് വഴിയെ കാണാം. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ ടൈസിനെ സംബന്ധിച്ചിടത്തോളം അത് സ്പേസിംഗ് ആണ്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിംഗ് ആണ്. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഈ സ്പേസിംഗ് അല്ലെ, 2 റിങ്ങുകൾക്ക് തമ്മിലുള്ള അകലം, അതാണ് സ്പേസിംഗ്. സ്പേസിംഗ് തന്നെയാണ് പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് കേസിൽ അതിന് സ്പേസിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒറ്റ റീൻഫോഴ്സ്മെന്റ് ഇങ്ങനെ റാപ്പ് ചെയ്ത് പോവില്ലേ. അപ്പോ പിച്ച് എന്ന് പറയുന്നത് ഒരു ലൈനിൽ, ഒരു ലോഞ്ചിറ്റ്യൂഡൽ ലൈനിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന 2 റിങ്ങുകൾ തമ്മിലുള്ള, 2 റീൻഫോഴ്സ്മെന്റ് ബാറുകൾ തമ്മിലുള്ള അകലം, ഇതാണ് പിച്ച് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് ഒരു ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് കേസിൽ പിച്ച്. എന്നാൽ ഒരു സർക്കുലർ ഒരു റെക്ടാങ്കുലർ ടൈസിനെ സംബന്ധിച്ചുള്ള പിച്ച് എന്ന് പറയുന്നത് നോർമലി സ്പേസിംഗ് ആണ്. ഈ പിച്ച് അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ റിങ്ങിന്റെ ഡയമീറ്റർ. നോർമലി 6 mm 8 mm ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യാറ്. അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്പേസിംഗ് എത്രയായിരിക്കണം, ഡയമീറ്ററിന്റെ എത്രയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആണ് നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിച്ച് ആൻഡ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്. അതിൽ ഒരു പിച്ച് ഷാൾ നോട്ട് ബി മോർ ദാൻ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്ടാങ്കുലർ ടൈസിനെ കുറിച്ചാണ് ആദ്യം. ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് ദ മെമ്പർ 16 times the smallest longitudinal bar or 300 mm. ഇതിൽ 3-നേക്കാളും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ അതിലും കുറവായിരിക്കണം, അതിൽ കുറഞ്ഞത് അല്ലെങ്കിൽ ആ വാല്യൂ അതിന്റെ ജസ്റ്റ് താഴെയുള്ള വാല്യൂ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിച്ച് പിക്ക് ചെയ്യേണ്ടത് അല്ലെ, പിച്ചായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കോളത്തിന്റെ ക്രോസ് സെക്ഷൻ 300/400 ആണെങ്കിൽ, അല്ലെങ്കിൽ 30 cm/40 cm ആണെങ്കിൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 30 cm അല്ലെങ്കിൽ 300 mm. 16 times the smallest longitudinal bar. ലോഞ്ചിറ്റ്യൂഡൽ ബാറിന്റെ സ്മോളസ്റ്റ് ഡയം. ഇപ്പൊ നോർമൽ കേസിൽ നമ്മൾ പറഞ്ഞു 12 mm ആണ് മിനിമം പ്രൊവൈഡ് ചെയ്യേണ്ടത്. 12 mm മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 4 12 mm 4 കോർണറിലായിരിക്കാം, ചിലപ്പോൾ 16 12 ഉണ്ടാവും. 16 12 ഒക്കെ ജനറലി കാണപ്പെടുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ കോർണർ പൊസിഷനിൽ 16 ഉണ്ടാവും. ജനറലി നമ്മൾ കാണുന്നതാണ് ഡിസൈനിൽ കോർണർ പൊസിഷനിൽ 16 ഉണ്ടാവും. പിന്നെ ഈ സെന്റർ പോർഷനിലൊക്കെ 12 പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡൽ ബാർ 16 12 ഉണ്ട്. അപ്പൊ 12ന്റെ 16 ടൈംസ് എടുത്താൽ മതി, അത്രയുള്ള ഉദ്ദേശിച്ചത്. 16 ടൈംസ് ഓഫ് ദ സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡൽ ബാർ ഓർ 300 mm. മാക്സിമം പോകാൻ പറ്റുന്ന പിച്ച് എന്ന് പറഞ്ഞാൽ 300 mm. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അതിനേക്കാളും കുറവായിരിക്കണം എന്ത്, പിച്ചിന്റെ വാല്യൂ. ഇനി ഡയമീറ്ററിന്റെ കേസ് പറയുന്നുണ്ട്. ഡയമീറ്റർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1/4 ഓഫ് ദ ഡയമീറ്റർ ഓഫ് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡൽ ബാർ. ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡൽ ബാറിന്റെ 1/4 അതിനേക്കാളും കുറയാൻ പാടില്ല, അല്ലെങ്കിൽ 6 mm.
ഇവിടെ നമ്മൾ പറഞ്ഞു 16ഉം 12ഉം പ്രൊവൈഡ് ചെയ്ത 16ന്റെ 1/4 16ന്റെ 1/4 എന്ന് പറഞ്ഞാൽ 4mm വരുള്ളൂ. പക്ഷെ മിനിമം എന്ത് ചെയ്യണം 6mm പ്രൊവൈഡ് ചെയ്യണം. ചില IS കോഡിൽ ബൈ മിസ്റ്റേക്ക് ഈ ഒരു ക്ലോസിൽ ഇത് 16 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി 16 അല്ല 6mm ആണ്. 6mm യൂഷ്വലി സൈറ്റുകളിൽ ഇപ്പോൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യാറ് 8mm ആണ്. 6mm അങ്ങനെ യൂഷ്വലി കണ്ടിട്ടില്ല. IS 456/2000 clause 26.5.3.2C പേജ് 49 ഇത് കാണുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ IS 456ന്റെ പേജ് പ്രത്യേകം പറയുന്നത് നിങ്ങൾ ആ പേജുകൾ ഫെമിലറൈസ് ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ ഇതിന് കൂടെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുകയാണെങ്കിലും ആ പേജും കൂടെ ഒന്ന് മറിച്ച് നോക്കണം. വെറും സ്ലൈഡ് മാത്രം നോക്കരുത്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിള് ഈ ഒരു സമയത്ത് ഇത് ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മറന്നു പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കി എഴുതാം. അപ്പൊ പേജുകൾ എപ്പോഴും ഫെമിലിയർ ആണ്. കാരണം മറിച്ച് പിന്നെ പേജ് മറിച്ച് കുറെ സമയം കളയേണ്ട അവസ്ഥ വരരുത്. ഏത് പേജ് നമ്പറിലാണ് ഏത് ഭാഗത്തൊക്കെയാണ് ഇത് കാണുന്നത് എന്നുള്ളത് ഫെമിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജ് നമ്പർ പ്രത്യേകം ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. അപ്പോൾ ഡയമീറ്റർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1/4 ഓഫ് ദ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ വയർ ഓർ 6mm. ഇനി ഇത്തരം നമ്മൾ പറഞ്ഞത് ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് കേസാണ്. ഇനി സോറി റെക്ടാങ്കുലർ റീൻഫോഴ്സ്മെന്റ് കേസാണ്, റെക്ടാങ്കുലർ ടൈസിന്റെ കേസാണ്. ഇനി ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് കേസിൽ തൊട്ടടുത്ത ക്ലോസ് IS 456 പറയുന്നുണ്ട് പിച്ച് ഷാൾ നോട്ട് ബി മോർ ദാൻ 75mm. 75mm കൂടാൻ പാടില്ല. 1/6 ഓഫ് ദ കോർ ഡയമീറ്റർ ഓഫ് ദ കോളം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കോർ ഡയമീറ്ററിന്റെ 1/6 കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 300 ആണ്. ഇവിടെ പിച്ചിന് ഒരു മിനിമം വാല്യൂ കൂടെ കൊടുത്തിട്ടുണ്ട്. പിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 25mm or 3 times diameter of the helix. ഡയമീറ്റർ ഓഫ് ദ ഹെലിക്സ് പറഞ്ഞാലും ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കുന്ന 6mm 8mm അതേതോ അതിന്റെ 3 ടൈംസിനേക്കാളും കുറയാനും പാടില്ല പിച്ച്. ഇതില് അറിയാത്തൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ഡയമീറ്റർ എന്നുള്ള ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. കോർ ഡയമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കോർ ഡയമീറ്റർ എന്ന് നോക്കാം. അപ്പോ പിച്ച് 75mm കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 1/6 ഓഫ് കോർ ഡയമീറ്റർ 300mm. ഇതിൽ ഏതിനേക്കാളും ചെറിയ വാല്യൂ ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യണം. Pitch shall not be less than 25mm or 3 times diameter of the helix. അപ്പോ എന്താണ് ഡയമീറ്റർ ഓഫ് കോർ ഇൻ ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ്? ഇത് ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് ഡിസൈനിൽ കോർ ഡയമീറ്റർ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കോർ ഡയമീറ്റർ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോ ഇതൊരു സർക്കുലർ കോളാണ്. സർക്കുലർ കോളത്തിന്റെ ഔട്ടർ എഡ്ജ് ആണ് ഇത്. ഇവിടെ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂണൽ ബാർസ് 8 നമ്പർ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഉണ്ട്. ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ആണ്. അതിനെ റാപ്പ് ചെയ്തുകൊണ്ട് ഒരു ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹെലിക്കൽ ആണോ സർക്കുലർ ആണോ എന്ന് മനസ്സിലാവൂല. അത് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോ ഡയമീറ്റർ ഓഫ് ദ കോർ പോർഷൻ ഉദ്ദേശിച്ചത് ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് ഔട്ടർ ടു ഔട്ടർ. ഇവിടുന്ന് ഔട്ടർ ടു ഈ കാണിച്ചേക്കുന്ന ആരോ ഔട്ടർ ടു ഔട്ടർ ആണ് കോർ പോർഷൻ. അതിന്റെ ഡയമീറ്റർ ആണ് കോർ ഡയമീറ്റർ. അതായത് കോളത്തിൽ നിന്നും ക്ലിയർ കവർ മൈനസ് ചെയ്താൽ കിട്ടുന്ന പോർഷൻ അല്ലെങ്കിൽ നോർമൽ കവർ മൈനസ് ചെയ്താൽ കിട്ടുന്ന പോർഷൻ ആണ് ആക്ച്വലി കോർ ഓഫ് ദി ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ കോർ ഓഫ് ഡയമീറ്റർ അല്ലെ. ഇതാണ് കോർ ഡയമീറ്റർ. ഓക്കെ. ഇനി നമുക്ക് ഡിസൈനിലോട്ട് കടക്കാം. ഡിസൈനിൽ വരുന്നത് മെയിൻ ആയിട്ട് 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ്. നിങ്ങൾ ഡിസൈനിലോട്ട് കടക്കുന്നതിന് മുന്നേ കോളത്തിന്റെ ഡിസൈൻ വളരെ സിമ്പിൾ ആണ്. എക്സാമില് 4th മൊഡ്യൂളിൽ കണ്ടിട്ടുള്ളത് ഒന്ന് സ്റ്റെയറിന്റെ ഡിസൈനും ആയിട്ട് കോളത്തിന്റെ ഡിസൈനും അതിന്റെ കൂടെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെയാണ് കാണപ്പെടാറ്. സിമ്പിൾ ആണ് കോളത്തിന്റെ ഡിസൈൻ. നിങ്ങൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അവസാനത്തെ മൊഡ്യൂളാന്ന് എഴുതിയിട്ട് സ്കിപ്പ് ചെയ്യരുത്. വളരെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. സ്ലാബിന്റെ ഡിസൈൻ നിങ്ങൾ കണ്ടതായിരിക്കും. അത്ര വലിയ സ്റ്റെപ്പുകളൊന്നും കോളത്തിന്റെ ഡിസൈനിൽ ഇല്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഇതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്.
അപ്പോൾ സ്കിപ്പ് ചെയ്ത് വളരെ എളുപ്പം. മാത്രമല്ല SP16 അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. SP16 യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യേണ്ട അവസ്ഥ മാത്രമേ വരുള്ളൂ. അപ്പം സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു പോർഷൻസ് എക്സാമിന്. അപ്പോൾ കോളത്തിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആണ്. ഇതിൽ വരുന്ന 2 ടൈപ്പ് പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. കോളത്തിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിന്റെ സൈസ് തരും, ക്രോസ് സെക്ഷൻ തരും, റീഎൻഫോഴ്സ്മെന്റിന്റെ എണ്ണം തരും, എല്ലാം തരും. അതിന് എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാൻ പറയും. അതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം വരാറ്. അടുത്തത് നമുക്ക് എത്രയാണോ ലോഡ് അതിൽ വരേണ്ടത്, എത്രത്തോളം താങ്ങണം അത് തരും. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി തരും, മേ ബി ക്രോസ് സെക്ഷനും തരാം. എന്നിട്ട് ഏരിയ ഓഫ് റീഎൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കാൻ പറയും. ചില കേസിൽ ഏരിയ ഓഫ് റീഎൻഫോഴ്സ്മെന്റും തരില്ല, ക്രോസ് സെക്ഷൻ സൈസും തരില്ല. അവിടെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഇത്ര വേണമെന്ന് മാത്രമേ പറയുള്ളൂ. ഡിസൈൻ സർക്കുലർ കോളം ആണെന്നോ റെക്ടാങ്കുലർ കോളം ആണെന്നോ സ്പെസിഫൈ ചെയ്യാറുണ്ട്. സ്പെസിഫൈ ചെയ്തിട്ടില്ല, സർക്കുലർ ആണോ റെക്ടാങ്കുലർ ആണോ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോ ഇനി നമുക്ക് ഡിസൈനിലോട്ട് കടക്കാം. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഞാൻ പറഞ്ഞു ഹെലിക്കൽ റീഎൻഫോഴ്സ്മെന്റ് അല്ല, സർക്കുലർ ഓർ റെക്ടാങ്കുലർ ടൈൽസിന്റെ കേസാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? അത് IS 456 പേജ് 71 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് E minimum is less than 0.05 times lateral dimension. E minimum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് മിനിമം എക്സെൻട്രിസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് L/500 പ്ലസ് D or B/30 ആ വാല്യൂ, അല്ലെങ്കിൽ അതിന്റെ മാക്സിമം മിനിമം വാല്യൂ എത്രയാ 20 mm അല്ലേ? ഈ വാല്യൂ എന്ന് പറയുന്നത് 0.05 ടൈംസ് ലാറ്ററൽ ഡയമെൻഷൻ. ലാറ്ററൽ ഡയമെൻഷന്റെ 0.05 ടൈംസിനേക്കാളും കുറവായിരിക്കണം. ഇവിടെ ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഇപ്പം രണ്ടും വ്യത്യാസം വന്നാലോ 300/400 വന്നാലോ സ്ക്വയർ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. 300/400 ഒക്കെ ആയി കഴിഞ്ഞാൽ, അതായത് രണ്ടും ഡയമെൻഷൻസ് വ്യത്യാസമായി കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്യണം? മിനിമം എക്സെൻട്രിസിറ്റി കാണണം. കാരണം എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സെന്ററിൽ നിന്ന് എത്ര മാറി നിൽക്കുന്നു എന്നുള്ളതാണ് എക്സെൻട്രിസിറ്റി. അത് രണ്ട് ആക്സിസിനോട്ടും വരാം. ഈ ഒരു ആക്സിലോട്ട് മാറി വരാം, ഈ ആക്സിലോട്ട് മാറി വരാം. ഈ ഒരു പൊസിഷനിലൊക്കെയാണ് വരുന്നതെങ്കിൽ രണ്ട് ആക്സിസിനും എക്സെൻട്രിക് ആണ്. അപ്പൊ അതാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബിക്കും ഡിക്കും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മിനിമം കണ്ടുപിടിക്കണം. ആ രണ്ട് വാല്യൂ 0.05 ടൈംസ് ലാറ്ററൽ ഡയമെൻഷനേക്കാളും കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതലാണെങ്കിൽ ആ കോളത്തിൽ ഡയറക്റ്റ് ലോഡ് മാത്രമല്ല, അതിൽ ബെൻഡിങ്ങും കൂടെ വരുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് വേറെ ഇക്വേഷൻസ് ആണ്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് SP16 സഹായത്തിലാണ്. കോളം വിത്ത് ഡയറക്റ്റ് ലോഡ് ആൻഡ് യൂണിയാക്സിയൽ ബെൻഡിങ് എന്നുള്ള കേസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് തിരിച്ചു വരാം. if E minimum is less than 0.05 times lateral dimension ആണെങ്കിൽ PU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഈക്വൽ ടു 0.4 FCK AC പ്ലസ് 0.67 FI ASC. അറിയാവുന്ന ടേമുകളൊക്കെ തന്നെയാണ്. ഇതിൽ അറിയാത്ത ടേം കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യണമെല്ലാം. AC എന്ന് പറഞ്ഞ ഏരിയ ഓഫ് കോൺക്രീറ്റ് നമ്മൾ പറഞ്ഞു. ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ നിന്നും ഏരിയ ഓഫ് സ്റ്റീലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ച് കഴിഞ്ഞതാണ് ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. FI എന്താണെന്ന് അറിയാം. ASC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ. ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ചെറിയൊരു കാര്യം പറയാം. നോർമൽ കേസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞ 0.45 FCK ഒക്കെ എടുക്കാറുണ്ട് അല്ലേ? ആക്ച്വലി ആ വാല്യൂ തന്നെയാണ് ഇവിടെ വരുന്നത്. 0.4 FCK എന്നുള്ള വാല്യൂ തന്നെയാണ്. അതിനെ റൗണ്ട് ചെയ്തിട്ടുള്ള ജനറൽ ആയിട്ട് കൊടുത്താണ് 0.45 FCKന്റെ 0.4 ആണ് ഇവിടെ വരുന്നത്. പക്ഷേ FI നമ്മൾ കാണാറ് 0.87 ആണ് അല്ലേ? പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് 0.67 ആണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയാണ്.
ഇവിടെ സ്റ്റീല് കംപ്രസ് ചെയ്യിക്കാണ് ചെയ്യുന്നത്. ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ. സ്റ്റീൽ എന്ന് പറയുന്നത് അതിനെടുക്കാൻ പറ്റുന്ന സ്ട്രെസ്, അതിന്റെ yield സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ് കൂടുതൽ അല്ലെ. ഈ Fi എന്ന് പറയുന്നത് നമ്മൾ 415 എന്നൊക്കെ പറയുന്നത് ടെസ്റ്റ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പോ ഈ ഒരു കേസിൽ, കോൺക്രീറ്റിന്റെ കേസിൽ സ്റ്റീല് അത്രത്തോളം സ്ട്രെസ്ഡ് ആവില്ല. കാരണം കംപ്രഷൻ ആയതുകൊണ്ട് അത്ര കംപ്രസീവ് സ്ട്രെങ്ത് ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ അത്രയും വരില്ല സ്റ്റീലിന്. കംപ്രഷൻ നന്നായിട്ട് താങ്ങാൻ പറ്റുമെങ്കിലും ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ അത്രയും വരില്ല. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ കുറച്ച് കുറഞ്ഞത് അല്ലേ. അതുകൊണ്ടാണ് 0.67 FI ആയത്. പ്രശ്നമില്ല, പറഞ്ഞു എന്ന് മാത്രം. ഈ ഇക്വേഷൻ വന്നത് ഒരു കോളത്തില് ഡയറക്റ്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ അതിലെ കുറച്ച് പോർഷൻ സ്റ്റീൽ എടുക്കുന്നു, കുറച്ച് പോർഷൻ കോൺക്രീറ്റ് എടുക്കുന്നു ലോഡ്. ആ ഒരു കേസിലാണ് അല്ലേ. ഇവിടെ സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? FCK എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അല്ലേ, ന്യൂട്ടൺ പെർ mm. സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് ലോഡ് കിട്ടും. ഇത് കോൺക്രീറ്റ് താങ്ങുന്ന ലോഡ്, ഇത് സ്റ്റീൽ താങ്ങുന്ന ലോഡ്. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കിട്ടി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഇക്വേഷൻ ആണ്. അപ്പോൾ PU ഈക്വൽ ടു 0.4 FCK AC പ്ലസ് 0.67 FI AIC. PU എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലോഡ് ഓൺ ദ മെമ്പർ, AC is the area of the concrete and AIC is the area of longitudinal reinforcement for columns. ASC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ആണ് ASC. ഇനി നമുക്ക് ഡിസൈൻ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കാം. ഇവിടെ കറക്റ്റ് ആയിട്ട് ഡിസൈൻ സ്റ്റെപ്പുകൾ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ ജനറലൈസ് ചെയ്ത് എഴുതിയതാണ്. കാരണം മാറ്റങ്ങൾ വരാം, ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് മാറ്റം വരാം. 3 ടൈപ്പ് പ്രോബ്ലം നമുക്ക് ഇന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ മിനിമം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഷോർട്ട് കോളത്തിന്റെ, പിന്നെ ഒരു കേസ് കൂടെ പറയാം. കോളത്തിന്റെ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസിലേക്ക് കണ്ടിട്ടുള്ളത് ഷോർട്ട് കോളം എന്ന് സ്പെസിഫൈ ചെയ്യാറുണ്ട്. ലെങ്ത് ഒന്നും പൊതുവെ തരാറില്ല. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് തരും, ഗ്രേഡ് ഓഫ് സ്റ്റീൽ തരും, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലോഡ് തരും, ഡിസൈൻ ചെയ്യാനാണ് പതിവ്. അല്ലെങ്കിൽ ഡിസൈനിൽ നിന്നും ലോഡ് കണ്ടുപിടിക്കാറാണ് പതിവ്. ലെങ്ത് ഒന്നും തരാറില്ല. എന്നാലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ലെങ്ത് എല്ലാം തന്നിട്ടുണ്ട്, ഡയമെൻഷൻ ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ജനറൽ ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഡിസൈൻ ആ ഷോർട്ട് കോളം എന്നാണ് പറഞ്ഞത്, ലെങ്ത്തും തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ലെങ്ത് ചെക്ക് ചെയ്ത് ഷോർട്ട് കോളം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ റീടെസ്റ്റ് പലരും എഴുതിയിരുന്നു. അവിടെ സ്ലാബിന്റെ ഡിസൈൻ ക്വസ്റ്റ്യനിൽ ചില കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഡിസൈൻ വൺ വേ സ്ലാബ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണ്ട, വൺ വേ സ്ലാബ് ആണോ ടു വേ സ്ലാബ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു സ്റ്റെപ്പ് അവിടെ കുറക്കാം, ടൈം എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ആ ഒരു ക്വസ്റ്റ്യൻ ആ രീതിയിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട്. അവിടെ തന്ന വാല്യൂ എഫക്റ്റീവ് സ്പാൻ ആയിരുന്നു. ആ എഫക്റ്റീവ് സ്പാൻ ആവുമ്പോൾ പിന്നീട് വീണ്ടും എഫക്റ്റീവ് സ്പാൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ തന്നത് എഫക്റ്റീവ് സ്പാൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മര്യാദക്ക് റീഡ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്യാൻ. പലരും അങ്ങനെ സമയം കളഞ്ഞിട്ടുണ്ട്. പലരും റീടെസ്റ്റിന് സമയം കിട്ടിയില്ല എന്ന് പലരും പറഞ്ഞു. അതിന്റെ ഒരു കാരണം ഇതാണ്. ഒരു സ്ലാബിന്റെ കേസിൽ അത് വൺ വേ സ്ലാബ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വൺ വേ സ്ലാബ് ആണോ ടു വേ സ്ലാബ് ആണോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്റ്റെപ്പ് നമുക്കവിടെ സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ എഫക്റ്റീവ് സ്പാൻ ആണ് എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. ഇപ്പൊ കോളത്തിന്റെ കേസിൽ അങ്ങനെ വരാം, ഡിസൈൻ ആ ഷോർട്ട് കോളം വിത്ത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ പിന്നെ അവിടെ ഷോർട്ട് കോൾ ആണോ ലോങ് കോൾ ആണോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി അങ്ങനെ വരാറില്ല. ഓക്കെ, ഡിസ്റ്റൻസ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മിനിമം കണ്ടുപിടിക്കണം. എന്തിനാണ് ഈ മിനിമം കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ മിനിമം 0.05 താഴെയാണോ നോക്കണം, എന്നാലേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ മിനിമം കണ്ടുപിടിക്കാൻ നമുക്ക് L/500 പ്ലസ് D or B/30 എന്നുള്ള ഇക്വേഷൻസ് ഉണ്ട്. അത് ലെങ്ത്തും ക്രോസ് സെക്ഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് ഈ മിനിമം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മിനിമം വാല്യൂ ആയിട്ടുള്ള 20 mm എന്ത് ചെയ്യാം, നിങ്ങൾ എടുക്കാം. എന്നിട്ട്
ഈ മിനിമം 0.05 ബിനേക്കാളും കുറവാണോ അല്ലെങ്കിൽ 0.05 ഡിനേക്കാളും കുറവാണോ എന്ന് ചെക്ക് ചെയ്യാം. ബി എന്നുള്ള ഡി എന്നുള്ളതും യൂഷ്വലി ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ആണ് ബി ഓർ ഡി, ലെങ്ത് ആൻഡ് വിഡ്ത്ത് എന്നുള്ള കേസിൽ. ഇനി കാൽക്കുലേറ്റ് ഏരിയ ഓഫ് കോൺക്രീറ്റ്, ഏരിയ ഓഫ് സ്റ്റീൽ തുടങ്ങിയൊക്കെ കണ്ടുപിടിക്കുക. പിന്നീട് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അസൈൻ സ്പേസിംഗ് ടു ടൈ ആസ് പെർ ദ കോഡ് റിക്വയർമെന്റ്. സ്പേസിംഗിന്റെ നമ്മൾ പിച്ചിന്റെ റിക്വയർമെന്റ്സ് പറഞ്ഞു, അത് നോക്കിയിട്ട് സ്പേസിംഗ് അസൈൻ ചെയ്യാം. ഇത് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പുകളാണ്. ഇനി ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഒന്ന് സ്റ്റീൽ ആണെങ്കിൽ ഇതിൽ കുറച്ച് സ്റ്റെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. ഇത് ഡിസൈൻ സ്റ്റെപ്പുകളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോബ്ലത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ അതിന്റെ ഒരു ഓർഡർ പറഞ്ഞെന്ന് മാത്രം. ഇത് ഓർഡറുകളൊക്കെ ചേഞ്ച് ചെയ്യാം, കൃത്യമായിട്ട് സ്റ്റെപ്പുകൾ, കാരണം 2 ടൈപ്പ് 3 ടൈപ്പ് ഒക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. അത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം ഒന്നല്ല, നിങ്ങൾക്ക് പ്രോബ്ലം കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി ഡീറ്റെയിൽസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഒന്നും തന്നിട്ടില്ല, ലോഡും തന്നിട്ടില്ല. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ അസ്യൂം ചെയ്യാം. ക്രോസ് സെക്ഷൻ ഏരിയന്റെ എത്ര പെർസെന്റേജ് ഏരിയ ഓഫ് സ്റ്റീൽ ആണെന്ന് അസ്യൂം ചെയ്യാം. അതിനെന്താണ്, നമുക്ക് കോഡൽ പ്രൊവിഷൻ ഉണ്ട്, കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. മിനിമം വാല്യൂ ഓഫ് ഏരിയ ഓഫ് മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ റീഇൻഫോഴ്സ്മെന്റ് 0.8% ആണ്, മാക്സിമം 6% ആണ്. അപ്പൊ അതിന് രണ്ടിനടക്കുള്ള വാല്യൂ അസ്യൂം ചെയ്യാം. യൂഷ്വലി ഇത് ഇമ്പോർട്ടന്റ് ആണ്, യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് 1% ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിൽ ഏരിയ ഓഫ് സ്റ്റീൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1% അസ്യൂം ചെയ്യാം. 1% തന്നെ അസ്യൂം ചെയ്യാം. ഹെവി ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് അസ്യൂം ചെയ്യരുത്. 6% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 6% ഒന്നും ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാറില്ല. 4.5 ഒക്കെയാണ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാറ്. കാരണം കോളത്തിലെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കഴിയും തോറും പ്രാക്ടിക്കൽ കേസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കോൺക്രീറ്റ് പ്ലേസിംഗ്. കോളം എന്ന് പറഞ്ഞാൽ ചെറിയ കൺഫൈൻഡ് ആയുള്ള സാധനത്തിൽ കൂടുതൽ റീഇൻഫോഴ്സ്മെന്റ് കയറ്റി കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇനി നമുക്ക് പ്രോബ്ലത്തിലൂടെ കടക്കാം. Question: Design a short axial loader square column 500 mm by 500 mm for a service load of 200 kN. Use M10D concrete and Fe 415 grade steel. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് തന്നിട്ടുണ്ട്, ഡിസൈൻ ചെയ്യാനാണ്, സൈസ് തന്നിട്ടുണ്ട്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും ഗ്രേഡ് ഓഫ് സ്റ്റീലും തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് റിക്വയർമെന്റ്? ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്പർ ഓഫ് ബാർസ്, ബാറിന്റെ ഡയമീറ്റർ അസ്യൂം ചെയ്ത് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, വളരെ കുറഞ്ഞ സ്റ്റെപ്പുകളുള്ളൂ. നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റകൾ എഴുതാം. ബി ഓർ ഡി ഈക്വൽ ടു 500 mm. ബിയും ഡിയും സ്ക്വയർ കോൾ ആയതുകൊണ്ട് 500 mm. പി ഈക്വൽ ടു 2000 kN. സർവീസ് ലോഡ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. സർവീസ് ലോഡ് ആണ് 200 kN. എഫ് സി കെ 20 Nm², എഫ് ഐ 415 Nm². നിങ്ങൾ എന്ത് എഴുതുമ്പോൾ എഫ് സി കെ എഫ് ഐ ഒക്കെ എപ്പോഴും എഴുതുന്ന കാര്യമാണെങ്കിൽ കൂടി എഴുതുമ്പോൾ യൂണിറ്റ് മസ്റ്റ് ആണ്. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ സാമിന് അത് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ യൂണിറ്റ് കൃത്യമായിട്ട് എഴുതണം. ഇനി ഒരു ഡിസൈൻ പ്രോബ്ലം എഴുതുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞ് വൃത്തിക്ക് എഴുതാം. അതൊരു അപ്പിയറൻസ് വൈസ് ബെറ്റർ ആണ്, വാല്യൂ ചെയ്യുന്ന ആൾക്കൊരു ഇംപ്രഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് സ്റ്റെപ്പ് ഒന്നും എഴുതാതെ അങ്ങനെയും എഴുതാം, രണ്ടിനും മാർക്കൊക്കെ കിട്ടും. കുറച്ചുകൂടെ റീഡ് ചെയ്യുന്ന ആൾക്കും പൊതുവെ ഒരു ധാരണ, ഒരു പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ 1-2 ആൻസറുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കുട്ടിയുടെ ഒരു ധാരണ കിട്ടും, കുട്ടി പഠിക്കുന്നതാണോ, നീറ്റ്നെസ് ഉണ്ടോ എന്നുള്ളതൊക്കെ. ആ തരത്തിൽ ഇംപ്രസ് ചെയ്യിക്കാനൊക്കെ സ്റ്റെപ്പുകളൊക്കെ എഴുതി ചെയ്യുന്നത് വൃത്തിയാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുള്ളത്. കറക്റ്റ് അങ്ങനെ സ്റ്റെപ്പുകൾ ഒന്നും പറയാനില്ല, ഇത് വളരെ കുറഞ്ഞ 2-3 വേർഡിങ്സ് എഴുതുമ്പോഴേക്ക് ഇതിന്റെ ഡിസൈൻ കഴിയും. അപ്പോൾ സ്റ്റെപ്പ് 1 നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഈ മിനിമം എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യണം അല്ലെ. ഇവിടെ നമുക്ക് ലെങ്ത് തരാത്തതുകൊണ്ട് ഈ മിനിമം നമുക്ക് 20 mm ആയിട്ട് അസ്യൂം ചെയ്യാം. 20 mm ആണ് മിനിമം വാല്യൂ വരേണ്ടത്. അത് 0.05 ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.05 × 500, അത് 25 mm ആണ്. അതുകൊണ്ട് 20 mm കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. PU = 0.4 FCK AC plus 0.67 FI ASC.
നമുക്ക് ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നത് സർവീസ് ലോഡാണ്. അപ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആയിട്ടുള്ള 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.5 സർവീസ് ലോഡ് 2000 into 1.5 you will get 3000 kilonewton അല്ലേ? സോറി, ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്, സോറി. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയ. നമുക്ക് ഇതിലെ ഓരോ ഏരിയകളും ഇക്വേഷനിൽ വേണ്ട സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഞാനിത് മനസ്സിലാവുന്നതുകൊണ്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രം. ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? കോളത്തിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 500 into 500 2540 mm², അല്ലേ? ഇനി ഏരിയ ഓഫ് കോൺക്രീറ്റ്. ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ഗ്രോസ് ഏരിയ മൈനസ് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ. ഇവിടെ നമുക്ക് ഈ AC ആണ് കിട്ടേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് AC വാല്യൂ AG മൈനസ് AC എന്ന് പുട്ട് ചെയ്യാം. അപ്പോൾ 3000 into 10⁻³ equal to 0.4 into 20 into 25400 minus AC plus 0.67 into 415 into AC. ഇപ്പോൾ ഈക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ACക്ക് പകരം AG മൈനസ് AC കൊടുക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാത്തത്. ഒന്നുകൂടെ പറയാം. കോൺക്രീറ്റിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോളത്തിന്റെ ഏരിയന്ന് സ്റ്റീലിന്റെ ഏരിയ കുറച്ചതാണ്. അപ്പൊ നമുക്ക് ഇക്വേഷനിലുള്ളത് ഏരിയ ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ കോളത്തിന്റെ ഏരിയന്ന് സ്റ്റീലിന്റെ ഏരിയ കുറച്ചു. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ എന്ത് മാത്രമായി? AC മാത്രമായി, അല്ലേ? ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ ഇക്വേഷൻ. അപ്പോൾ ക്വാഡ്രാറ്റിക് അല്ല, സിമ്പിൾ ഇക്വേഷൻ ആണ് വരിക. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ AC you will get as 3703.02 mm². ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് ബാർസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടി. ഡയറക്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്ത് ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടി. അസ്യൂമിങ് 25 mm ഡയാബാർസ്. ഇവിടെ കോളത്തിൽ നിങ്ങൾക്ക് പൊതുവെ നിങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാവും ഏത് ബാർ ഉപയോഗിക്കണം എന്ന്. 12 mm ഒക്കെ ഉപയോഗിക്കാം. 12 mm തൊട്ട് അങ്ങോട്ട് മുകളിലോട്ട് ഉപയോഗിക്കാം. കോളത്തില് ഒരു 8-10 ബാറൊക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്യും. 500 by 500 ഒക്കെ ആകുമ്പോൾ 10 ബാറൊക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്യും. അതിനപ്പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഒരു 12 mm അസ്യൂം ചെയ്തു. നമുക്ക് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടുകയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഡയമീറ്റർ കൂട്ടുക, അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അങ്ങനെ കുറെ ഒരു നമ്പർ ഓഫ് ബാർസ് ഒരു 6 to 10 ലിമിറ്റ് ചെയ്യുക. അതിലും കൂടുതൽ കൊടുക്കുന്നത് അതൊരു ജനറൽ നല്ല പ്രാക്ടീസ് അല്ല. കാരണം ഒരുപാട് ബാറുകളായി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ കേസിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ 25 mm ഡയാബാർസ് ആണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് ഈക്വൽ ടു 3703.02 by pi/4 into 25², അല്ലേ? ടോട്ടൽ ഏരിയ ബൈ 1ന്റെ ഏരിയ. അപ്പോൾ യു വിൽ ഗെറ്റ് 7.54. അവിടെ 8 ബാർ ആയിട്ട് നമ്മൾ എന്ത് റൗണ്ട് ചെയ്യും? ഒരിക്കലും താഴത്തോട്ട് റൗണ്ട് ചെയ്യരുത്, മുകളിലോട്ട് റൗണ്ട് ചെയ്യണം. സേ 8 ബാർസ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ആക്ച്വലി കഴിഞ്ഞു. ഇനി ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഡിസൈനോടും കഴിഞ്ഞാൽ കോളത്തിന്റെ ഷോർട്ട് കോളത്തിന്റെ ഡിസൈൻ കഴിഞ്ഞു. സോ പ്രൊവൈഡ് 8 numbers of 25 mm diabars as longitudinal reinforcement. Longitudinal reinforcement ആയിട്ട് 8 നമ്പർ 25 mm ഡയാബാർസ് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ 25 mm ഡയാബാർസ് എങ്ങനെ നമ്മൾ ഫസ്റ്റ് 25 എങ്ങനെ അസ്യൂം ചെയ്യാന്ന് വെച്ചാൽ, അത് കുറെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. കാരണം ഈ ഏരിയ ഓഫ് സ്റ്റീലിന്റെ ഒരു വാല്യൂ കണ്ടാൽ തന്നെ ഏത് ബാർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. പക്ഷെ നിങ്ങൾ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം 12 mm എടുക്കാം. 12 mm എടുക്കുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരു 14 സംതിങ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. 14 ബാർസ് ഒക്കെ കോളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ റിസ്ക് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ 16 അസ്യൂം ചെയ്യാം. 16 ചെയ്യുമ്പോഴും വളരെ വലിയ വാല്യൂ ആണെങ്കിൽ അടുത്ത് 20, 25 ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്തെടുക്കാം. നോർമൽ കേസിൽ 20, 25 ഒക്കെ കോളത്തിൽ വലിയ കോളമൊക്കെ ആകുമ്പോൾ ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പുകളുടെ എണ്ണം കുറക്കാൻ പറ്റും. നോർമൽ ഈ ACയുടെ ഒരു വാല്യൂ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ACയുടെ വാല്യൂ ഇപ്പോൾ ഒരു 1000 സംതിങ് ഒക്കെ ആണെങ്കിൽ 12 തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ്. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റിന്റെ മിനിമം ഡയമീറ്റർ എത്രയാണ്? 1/4 ഓഫ് ദി
1/4 ഓഫ് ദി ലോഞ്ചിറ്റ്യൂഡൽ ബാർസ് അല്ലേ? ലോഞ്ചിറ്റ്യൂഡൽ ബാർസിന്റെ 1/4 നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ 25/4, ഇവിടെ 25 എന്നുള്ള ബാർ ആയതുകൊണ്ട് 25/4 6.25 ആണ്. 6.25 പിന്നെ ഒരു വാല്യൂ ഉണ്ട് 6 mm അല്ലെ? 6 mm 6.25. അപ്പോ ഇതിൽ ഏതാണോ വലുത് അതിനേക്കാളും കൂടുതൽ എടുക്കണം. മിനിമം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, 0.25 6. അപ്പൊ നമുക്ക് അടുത്തത് ബാർ എത്രയാണ്? 8 mm ഡയ ബാർസ് ആണ് നെക്സ്റ്റ് വലിയ ബാർ വരുന്നത്. അപ്പോൾ 8 mm ഡയ ബാർസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ മിനിമം എന്ന് പറയുമ്പോൾ എപ്പോഴും മിനിമം ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ ഏതാണോ വലിയ വാല്യൂ അല്ലേ, അത് മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ 1/4 ഓഫ് ഡയമീറ്റർ ലോഞ്ചിറ്റ്യൂഡൽ ബാർസും ഉണ്ട് 6 mm ഉണ്ട്. മിനിമം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടിലും വലുത് ഏതാണോ അതെടുക്കണം അല്ലെ? അപ്പൊ 6.25 ഉണ്ട് 6 ഉണ്ട്, 6.25 എടുക്കണം. 6.25 എന്ന് പറഞ്ഞിട്ടൊരു ബാർ ഇല്ല. അപ്പോ 8 mm ഡയ ബാർസ് എടുക്കണം. ഇതിൽ കൺഫ്യൂഷൻ ആവുകയാണെന്നില്ല, യൂഷ്വലി 8 mm ഡയ ബാർസ് തന്നെയാണ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് ഓഫ് ദി 3 കേസ് പറഞ്ഞു. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 16 ടൈംസ് ലോഞ്ചിറ്റ്യൂഡൽ ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ബാർ ഓർ 300 mm. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എത്രയാ? 500 mm. 16 into 25 എന്ന് പറഞ്ഞാൽ 25 ആണ് നമ്മുടെ ബാറിന്റെ ഡയമീറ്റർ. അപ്പോൾ 400 mm അല്ലെങ്കിൽ 300 mm. ഇതിൽ ഏറ്റവും മാക്സിമം സ്പേസിംഗ് ആണ് ഇതിൽ 3 അപ്പോൾ 3 ഏറ്റവും കുറഞ്ഞ വാല്യൂ എടുക്കുക അല്ലെ? അപ്പോൾ ഹെൻസ് പ്രൊവൈഡ് 8 mm ഡയ സ്ക്വയർ ടൈ അറ്റ് 300 mm സെന്റർ ടു സെന്റർ. 800 mm ഡയ ടൈ എന്ന് കൊടുത്താലും മതി. സ്ക്വയർ ആവാൻ കാരണം എന്തുകൊണ്ടാ? ഇവിടെ 500/5 ആണ്, സ്ക്വയർ കോൾ ആയതുകൊണ്ടാണ് സ്ക്വയർ ടൈ, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ടൈ എന്ന് എഴുതിയാലും മതി. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ്. സ്ലാബിന്റെ കേസ് പോലെ ഡീറ്റെയിലിംഗും വളരെ സിമ്പിൾ ആണ്. കോളത്തിന്റെ കേസിൽ വരുമ്പോൾ ഡീറ്റെയിലിംഗ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അത് വിട്ടുപോയി കഴിഞ്ഞാൽ മിക്കവാറും എക്സാമിന്റെ സ്കോറിംഗ് ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 1.5 മാർക്കോളം, 9 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.5 മാർക്കോളം ഡീറ്റെയിലിംഗിനാണ്. അപ്പോൾ അത് എന്തായാലും ഇത് വളരെ സിമ്പിൾ അല്ലേ? വരയ്ക്കുക, ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുക. ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ ഇതിൽ സൈസ് ഒക്കെ സ്പെസിഫൈ ചെയ്യണം കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ഇവിടെ 500 mm 500 mm എന്നൊക്കെ ഇവിടെ 2 ഡയമെൻഷൻ എഴുതണം. 8 ബാർസ് എങ്ങനെ പ്രൊവൈഡ്? 8 ബാർസ് ഒക്കെ ആണെങ്കിൽ നോർമലി ഇങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. 4 കോർണറിലും കൊടുക്കുക, പിന്നെ അതിന്റെ ഇടക്കും കൊടുക്കുക. പിന്നെ യൂഷ്വലി എഴുതുന്ന ഒരു നൊട്ടേഷൻ ആണ് #8 ഹാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ എന്നുള്ളതാണ്. അത് 8 നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ആണ് #8 റിംഗിന്റെ കേസിൽ 8 mm at 8 mm 5 at 300 mm കൊടുക്കുക, അല്ലെങ്കിൽ 300 സെന്റർ ടു സെന്റർ കൊടുക്കുക. ഇത് 300 സെന്റർ ടു സെന്റർ എന്ന് കഴിഞ്ഞാലും യൂഷ്വലി ഡ്രോയിങ്സിന്റെ കേസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഡ്രോയിങ്ങിൽ ഡയമെൻഷൻസ് ഒക്കെ 300 എന്ന് എഴുതാറുള്ളൂ. 300 mm ഓരോ കേസിലും എന്ത് എഴുതാറില്ല. അപ്പൊ അതിന്റെ ഡ്രോയിങ്സിന്റെ നോട്ട്സ് ഉണ്ടാവും റൈറ്റ് സൈഡിൽ അല്ലെ? നിങ്ങൾ ഡ്രോയിങ് ഒക്കെ വരച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡ് നോട്ട്സിൽ ഉണ്ടാവും ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം ഇത് അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ഏതെങ്കിലും കേസ് യൂണിറ്റ് മാറ്റം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. അങ്ങനെയാണ് ജനറൽ കേസ് വരിക. ഇവിടെ നിങ്ങൾക്ക് 300 mm എന്ന് എഴുതി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. at 300 mm സെന്റർ ടു സെന്റർ. ഇതാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ്. അതോടുകൂടി ഡിസൈൻ നമ്മൾ പൂർത്തിയായി. ഇതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം, ഇതിന്റെ ഡയമെൻഷനും കൂടെ ഉൾപ്പെടുത്തണം. നമ്മുടെ 500 എന്നുള്ളത് ഉൾപ്പെടുത്തണം. പിന്നീട് പറയാനുള്ള ഒരു കാര്യം, ഇതില് കോളത്തിന്റെ മാക്സിമം 6 നമ്പർ അല്ലെങ്കിൽ 4 നമ്പർ 8 നമ്പറിലൊക്കെ ഒതുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേസ് ചെയ്യാനൊക്കെ ഡ്രോയിങ് വരക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഈ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു ക്ലോസും കൂടെ പറയുന്നുണ്ട്. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോകണ്ടെന്ന് എഴുതിയിട്ടാണ് പറയാത്തത്. ഓഫീസിൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പേജിന്റെ താഴെ തന്നെ ഉണ്ട്, അതും കൂടെ നോക്കാം. കാരണം എത്ര റീഇൻഫോഴ്സ്മെന്റ്, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് എത്ര എണ്ണം കൊടുക്കണം എന്നല്ല, നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഈ എത്ര സി ഹുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്പർ ഓഫ് ബാർസ് കൂടുതലായി കഴിഞ്ഞാൽ, വലിയ ലെങ്ത്തുള്ള കോൾ ആയി കഴിഞ്ഞാൽ ഒരു ലാറ്ററൽ ഡ്രൈവ് മതിയാവില്ല. അപ്പൊ വീണ്ടും ഇതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ ലാറ്ററൽ ഡ്രൈവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നുകൂടെ സിമ്പിളായി. ഇവിടെ ഡയമീറ്റർ സൈസ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബാർസ് തന്നിട്ടുണ്ട്.
ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ കോളം. Ultimate load carrying capacity of the column. A concrete column is reinforced with 4 bars of 20 mm dia. Determine the ultimate load carrying capacity of the column if the size of the column is 450 mm by 450 mm. Use M20 concrete and Fe 415 grade steel. അപ്പോൾ given data എഴുതുക. B or D equal to 450 mm അല്ലേ, 450 by 450 ആണ്. FCK 20, Fy 415 Newton per mm square, ASC 4 into നമുക്ക് ഏരിയ ഓഫ് സ്റ്റീലിംഗ് കംപ്രഷൻ കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 4 into pi by 4 into 20 square, 20 mm bars ആയതുകൊണ്ട് 1256.64. നമ്മുടെ സ്റ്റെപ്പ് 1 ആസ് യൂഷ്വൽ ഈ മിനിമം എന്ന് പറയുന്നത് 20 mm അസ്യൂം ചെയ്യുക. കാരണം ലെങ്ത് ഓഫ് ദ കോളം തന്നിട്ടില്ല. അപ്പോൾ അത് 0.05 D or B, ഡിനേക്കാളും കുറവാണെന്ന് ചെക്ക് ചെയ്യുക. 22.5 ആണ് വന്നത്, അപ്പോൾ കുറവാണ്. നമുക്ക് 0.4 FCK AC plus 0.67 FI AC എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കുക, ഏരിയ ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ പുട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. നമുക്ക് ഇക്വേഷനിൽ അൺനോൺ ആയിട്ടുള്ളത് ഒന്നുമില്ല. 0.4 FCK അറിയാം, AC അറിയാം, കാരണം ഗ്രോസ് ഏരിയ അറിയാം, സ്റ്റീലിന്റെ ഏരിയ അറിഞ്ഞു കഴിഞ്ഞാൽ AC അറിയാം, ASC അറിയാം. ജസ്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ഇക്വേഷൻ നോക്കാം. ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ AG മൈനസ് ASC. AG എന്ന് പറഞ്ഞാൽ എത്രയാണ്? 450 by 450. അപ്പോൾ AG minus AC 202,500 minus 1256.64. 1256.64 എത്രയാണ്? എന്താണ്? സ്റ്റീലിന്റെ ഏരിയ അല്ലേ? 4 into pi by 4 into 20 square. അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് കിട്ടി. ഡയറക്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 0.4 FCK AC plus 0.67 FI ASC. ഇവിടെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get the value 1959.35 കിലോമീറ്റർ. ഇതാണ് അതിന്റെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഇനി അതിൽ അലോ ചെയ്ത സർവീസ് ലോഡ് എത്രയായിരിക്കും? ഇതിന് ഇത്രയും കപ്പാസിറ്റി ആ കോളത്തിനുണ്ട് അല്ലെ? അതിന്റെ സർവീസ് ലോഡ് നമ്മൾ എന്ത് ചെയ്യും? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറോടെ കൺസിഡർ ചെയ്യും. അതിനെ 1.5 ഡിവൈഡ് ചെയ്ത വാല്യൂ മാത്രമേ അതിൽ എന്ത് ചെയ്യാറുള്ളൂ? പ്രൊവൈഡ് ചെയ്യാറുള്ളൂ അല്ലെ? അതിൽ അത്രത്തോളം സർവീസ് ലോഡ്, എത്രത്തോളം ലോഡ് അതിൽ കൊടുക്കാം? 1306.23 കിലോമീറ്റർ. ഈ സംഗതി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നിങ്ങൾ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതായത് ആ ഒരു കോളത്തിന് 1959 കിലോ ന്യൂട്ടൺ താങ്ങാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ അത്രേ കൊടുക്കുള്ളൂ. സേഫ്റ്റി കൺസിഡറേഷനിൽ 1306.23 കിലോമീറ്ററിന് അവിടെ നമ്മൾ സർവീസ് കണ്ടീഷനിൽ നമ്മൾ അത്രയും ലോഡ് ചെയ്യുള്ളൂ. അത്രയാണ് മാക്സിമം നമ്മൾ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് അടുത്ത പ്രോബ്ലം. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു പ്രോബ്ലം ഒക്കെ 8 മാർക്കിന് നിങ്ങൾ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. 4th മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഓറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് സ്റ്റെയറിന്റെ ഡിസൈനും അതിന് ഓറായിട്ട് ഫൂട്ടിങ്ങും കോളം കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെയറും ഫൂട്ടിങ്ങും ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൂട്ടിങ് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോറി, ഈ കോളം കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. സ്റ്റെയറിന്റെ പ്രോബ്ലം കുറച്ചുകൂടി സ്റ്റെപ്പുകളുടെ എണ്ണം ഉണ്ട്, എന്നാലും സ്ലാബിന്റെ അത്രയൊന്നും വരില്ല. അപ്പോ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് 4th മൊഡ്യൂളിൽ നിങ്ങൾ ഓർ ചൂസ് ചെയ്യുമ്പോൾ കോളം വന്നിട്ടുണ്ടെങ്കിൽ, കോളത്തിന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കോളം ചൂസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം. ഇത് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സർക്കുലർ കോളാണെങ്കിൽ എന്താണ് എന്നുള്ളതാണ് വ്യത്യാസം. ഇവിടെ കോളത്തെ ചെറിയൊരു ഡിസൈൻ എ ഷോർട്ട് സർക്കുലർ കോളം ടു ക്യാരി ആൻ ആക്സിയൽ ലോഡ് ഓഫ് 1000 kN. യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe 415 steel. ഫസ്റ്റ് പ്രോബ്ലത്തിനെ പോലെ തന്നെയാണ്, ഡിസൈൻ ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. സൈസ് ഓഫ് ദ കോളം നമുക്ക് തന്നിട്ടില്ല. ഇങ്ങനത്തെ കേസിൽ എങ്ങനെയാ ചെയ്യാമെന്ന് നോക്കാം. ഡാറ്റകൾ എന്തൊക്കെയാണ്? ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 kN ആണ്. FCK 20, Fy 415. ഇത്ര മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സർക്കുലർ കോളം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കാം. 1.5 into സർവീസ് ലോഡ് 1500 kN അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ മിനിമം ഡയമെൻഷൻ ഒന്നും തരാത്തതുകൊണ്ട് ഈ മിനിമം 0.05 ഡിനേക്കാളും കുറവാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. കാരണം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? കോളത്തിന്റെ സൈസ് തന്നിട്ടില്ല. ഇത്തരം കേസുകളിൽ നമുക്ക് ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഏരിയ ഓഫ് കോൺക്രീറ്റ് അറിയില്ല, ഏരിയ ഓഫ് ഗ്രോസ് ഏരിയ ഒന്നും അറിയില്ല. ഇത്തരം കേസുകളിലാണ് നമ്മൾ സ്റ്റീലിന്റെ ഏരിയ അസ്യൂം ചെയ്യുക.
സ്റ്റീലിന്റെ ഏരിയ നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ എങ്ങനെ അസ്യൂം ചെയ്യാം? ഞാൻ പറഞ്ഞു 1% അസ്യൂം ചെയ്യും. അപ്പൊ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ഓഫ് ദി ഗ്രോസ് ഏരിയ. ഗ്രോസ് ഏരിയ എത്രയാണോ അതിന്റെ 1%. അപ്പൊ 0.01 ഇൻറ്റു എ ജി അല്ലെ, 1% പറഞ്ഞാൽ 0.01. അപ്പൊ ഏരിയ ഓഫ് കോൺക്രീറ്റ് എത്രയായിരിക്കും ബാക്കി? 99%. 0.99 ഇൻറ്റു ഏരിയ ഓഫ് ഗ്രോസ് ഏരിയ. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഗ്രോസ് ഏരിയയുടെ ടേമിലോട്ട് എസിനെയും കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇതിൽ പുട്ട് ചെയ്യാം. അപ്പൊ 1500 ഇൻറ്റു 10⁻³ വരാൻ കാരണം കിലോ ന്യൂട്ടനെ ന്യൂട്ടനിലോട്ട് മാറ്റിയതാണ്. കാരണം FCK ഒക്കെ ന്യൂട്ടനിലായതുകൊണ്ടാണ് ഇതിനെ ന്യൂട്ടനിലോട്ട് മാറ്റുന്നത്. ഈക്വൽസ് 0.4 ഇൻറ്റു 20 ഇൻറ്റു എസിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 0.99 AG എന്നുള്ള വാല്യൂ കിട്ടുന്നു. 0.99 AG പ്ലസ് 0.67 ഇൻറ്റു 415 ഇൻറ്റു 0.01 AG. ഈക്വേഷനിൽ AG മാത്രമായി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് ഏരിയയുടെ വാല്യൂ കിട്ടും. By solving, we will get AG equal to 140180.36 mm². യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. ഇത്തരം ഇക്വേഷനിലൊക്കെ പുട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10⁻³ ഇടാൻ മറന്നു കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് മാറും. കാരണം 20 എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ന്യൂട്ടൺ പെർ mm² വാല്യൂ ആണ്. FCK FI ഒക്കെ ന്യൂട്ടൺ പെർ mm² വാല്യൂ ആണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. So diameter of the circular column is pi/4 into d². pi/4 into d² എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏരിയ കിട്ടി, സർക്കുലർ കോളത്തിന്റെ ഏരിയ കിട്ടി അല്ലെ. ഇനി അതിന് ഡയമീറ്റർ കണ്ടുപിടിക്കണം. അതെന്താണ്? ഡയമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? സോറി, ഏരിയയുടെ ഇക്വേഷൻ എന്താ? pi/4 into d². പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ കിട്ടും. D equal to 422.5 mm അല്ലെ. pi/4 into d² equal to നമ്മുടെ ഏരിയ കിട്ടിയ വാല്യൂ ഇടുക. ഡിയുടെ വാല്യൂ 422.5 mm ആണ് കിട്ടിയത്. നമുക്ക് എന്ത് ചെയ്യുന്നു? റൗണ്ട് ചെയ്യുന്നു, 425 mm റൗണ്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സർക്കുലർ കോളത്തിന്റെ സൈസ് കിട്ടി. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 425 mm. നമ്മൾ റൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കുന്നു. ആക്ച്വൽ ഏരിയ pi/4 into 425 mm², 425 square, you will get the value 141862.5 അല്ലെ mm². ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ 1%, 0.01 into AG 1418.6. ഇവിടെ നിങ്ങൾക്ക് അറിയാം 1000 സംതിങ് ആണ് വാല്യൂ കിട്ടിയത്. നമുക്ക് അപ്പോ 25 mm ബാർ ഒന്നും അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ 16 mm ബാർ അസ്യൂം ചെയ്താൽ മതി അല്ലെ. ചെക്ക് ചെയ്താൽ കിട്ടും. ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഏരിയയുടെ 1%. ഗ്രോസ് ഏരിയ നമുക്ക് കിട്ടി. അപ്പോൾ 1418.6 mm² ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ കിട്ടി. നമുക്ക് 16 mm ഡയാ ബാർസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാർസ് വിൽ ബി ഈക്വൽ ടു 1418.6 by pi/4 into 16². ടോട്ടൽ ഏരിയ ബൈ ഏരിയ ഓഫ് വൺ സ്റ്റീൽ. You will get to 7.05. ഇങ്ങനത്തെ കേസിലൊക്കെ 7.05 അല്ലേ എന്ന് എഴുതിയിട്ട് 7ലോട്ട് റൗണ്ട് ചെയ്തി. എത്രയാണോ 7 പോയിന്റ് എത്ര ചെറിയ വാല്യൂ വന്നാലും അത് 8ലോട്ട് റൗണ്ട് ചെയ്യണം. നെക്സ്റ്റ് ഹയർ വാല്യൂലോട്ട് റൗണ്ട് ചെയ്യണം. ഒരിക്കലും സ്റ്റീല് കുറച്ച് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സേ അവിടെയും 8 ബാർസ്, 16 mm-ന്റെ 8 ബാർസ് ആണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് അല്ലേ. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് നമുക്കിവിടെ എന്താണ്? സർക്കുലർ കോൾ ആയതുകൊണ്ട് സർക്കുലർ റിംഗ് ആണ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റും പ്രൊവൈഡ് ചെയ്യാം. ക്വസ്റ്റിനിൽ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്, ചില ക്വസ്റ്റിനിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണെന്ന് പറയും. അപ്പൊ നമുക്ക് ഇക്വേഷൻസിലൊക്കെ ചെറിയ ചേഞ്ചുകൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സർക്കുലർ കോളത്തിന്റെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റുകൾ നോക്കാം. മിനിമം ഡയമീറ്റർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർ, 1/4 ഓഫ് 16, യു വിൽ ഗെറ്റ് 4 mm. പക്ഷെ 4 mm പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? കാരണം വേറെ 6 mm മിനിമം 6 mm അല്ലെങ്കിൽ 6 mm-നേക്കാൾ കുറയാൻ പാടില്ല എന്നുള്ളത് കോഡ് പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സോ പ്രൊവൈഡ് 6 mm ഡയാ ലാറ്ററൽ ടൈ. സർക്കുലർ റിംഗ്സ് 6 mm ഡയാ കൊടുക്കണം. ഇനി അതിന്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓർ 16 times ദ ലോഞ്ചിറ്റ്യൂണൽ ബാർ ഓർ 300 mm. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 425 mm ആണ്. 16 times ദ ലോഞ്ചിറ്റ്യൂണൽ ബാർ എത്രയാണ് വരുന്നത്? 256 mm ആണ് വരുന്നത്, അല്ലെങ്കിൽ 300 mm. ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ 256 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊവൈഡ് 6 mm ഡയാ സർക്കുലർ ടൈ അറ്റ് 250 mm സെന്റർ ടു സെന്റർ.
6 mm ഡയാ സർക്കുലർ ടൈ അറ്റ് 250 mm സെന്റർ ടു സെന്റർ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു. ഇനി ഡീറ്റെയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സ്ലൈഡിൽ പറയുമ്പോൾ ടീച്ചർ റെക്കോർഡിംഗ് കൂടെ ആയതുകൊണ്ട് നിങ്ങളെ ഫേസ് എക്സ്പ്രഷൻ ഒന്നും കാണാത്തതുകൊണ്ട് ഇത്തവണ മനസ്സിലായൊന്നും കഴിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഡീറ്റെയിലിംഗ് ആണ്. ഇവിടെ ഞാൻ വിട്ടുപോയൊരു കാര്യം, ഇതിന്റെ ഡയമീറ്റർ എന്ത് ചെയ്യണം, ഇവിടെ സൈഡിൽ ഇങ്ങനെ ഡ്രോ ചെയ്ത് കാണിക്കുകയോ അല്ലെങ്കിൽ സെന്ററിൽ ഇങ്ങനെ ആരോ ഇട്ടിട്ട് ഡയമീറ്റർ സ്പെസിഫൈ ചെയ്ത് കാണിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പെസിഫൈ ചെയ്യാം. ഡയമീറ്റർ ഇവിടെ വാല്യൂ 425 mm എന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് 8 എണ്ണത്തിന് എങ്ങനെ പ്ലേസ് ചെയ്ത് നോക്കണം. പ്ലേസിങ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 4 കോർണറിലും 4 ക്വാർട്ടർ കോർണർ ഉണ്ടല്ലോ അവിടെ വെച്ചു, പിന്നെ 4 എണ്ണം ഇവിടെ വെച്ചു, അതിന്റെ ഇടക്കും വെച്ചു. അങ്ങനെ 8 ബാറുകൾ #18 16 പിന്നെ സർക്കുലർ റിംഗ് എന്ന് പറയുന്നത് 6 mm 5 at 250 mm സെന്റർ ടു സെന്റർ. നോർമൽ കേസിൽ സർക്കുലർ കോളത്തിന്റെ കേസൊക്കെ ഈ ഒരു സെക്ഷന്റെ ഡീറ്റെയിലിംഗ് മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിവേഷനും കൂടി കാണിക്കാം. ഇമ്പോർട്ടന്റ് അല്ല, സെക്ഷനാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് ഷോർട്ട് കോളം വിത്ത് ഡയറക്റ്റ് ലോഡ്. അതിൽ തന്നെ ലാറ്ററൽ ടൈസ് റെക്ടാങ്കുലർ ടൈസ് ആവുന്ന കേസ്. ഇനി ഹെലിക്കൽ റീൻഫോഴ്സ്മെന്റ് ആവുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കോളത്തിൻ്റെത് വളരെ സിമ്പിൾ ആണ്. ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 2 ടൈപ്പ് പ്രോബ്ലം ആണ് വരുന്നത്. ഒന്ന് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാനും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ സർവീസ് ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാണ്ട് സ്കിപ്പ് ആക്കരുത്, ഈസിയാണ്. ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് കാണാം. പിന്നെ എക്സാം ആസ് യൂഷ്വൽ അറ്റൻഡൻസ് ലിങ്ക് വരും, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. എനിവേ താങ്ക് യു. പിന്നീട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെയ്യാം. അത് അടുത്ത ക്ലാസ്സിന് മുന്നായിട്ട് തരാം. അത് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് നോട്ട് PDF നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ ചോദിക്കൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് അറ്റാച്ച് ചെയ്യാഞ്ഞത്. നോട്ട് എഴുതി വെക്കുക. നിങ്ങൾ ഒരു നോട്ട് ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. ലെക്ചർ നോട്ടായാലും മതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം PDF നോട്ട്സ് ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ലെക്ചർ നോട്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് എഴുതണം. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോർമലി ഇൻ കേസ് ഒരു പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിലും കൂടെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇന്റേണൽ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഡിസിഷൻ ആയിരിക്കും. ചിലപ്പോൾ നോട്ടുകളൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ ഇന്റേണൽ തരാം. അപ്പോൾ നോട്ടുകളൊക്കെ റെഡി ആക്കി വെക്കുക. ഓൺലൈനിലാണെങ്കിൽ കൂടി എക്സ്ക്യൂസുകൾ പറയേണ്ട സമയങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് നോട്ടുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലെക്ചർ നോട്ടായാലും മതി, റെഡി ആക്കി വെക്കുക. ഓക്കെ, എനിവേ താങ്ക് യു.